പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് 28-ാം തീയതി ജൂൺ മാസം ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോരോ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡോക്ടറേറ്റ് തീസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്,
അവരുടെ ഗൈഡുമാരിൽ നിന്ന് അവർക്ക് വേണ്ടത്ര സഹകരണം കിട്ടാത്തവരുണ്ട്. ഈശോയെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടണ ഒരു ചാകര സമയമാണിത്. ഇതുവരെയൊക്കെ ഒരു ജോലി കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടില്ല ഈശോയെ. കടങ്ങൾ മാത്രം ബാക്കിയായിട്ട് മക്കൾ വിഷമിക്കുന്നുണ്ട്. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പോകുന്നവർ വെറും കൈയോടെ വരുന്നതും കാണുന്നുണ്ട്. ഈശോയെ, എല്ലാവരുടെയും കടങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മാത്രം കടലിൽ നീ അനുഗ്രഹിക്കണം. കർത്താവ്, കാർഷിക മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് കർത്താവെ, അതുകൊണ്ട് വേണ്ടത്ര വരുമാനമോ അതിൻ്റെ തൊഴിൽക്കൂലികൾ കൂടുകയും അതിൻ്റെ വരുമാനത്തിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വിറ്റ് വരവ് കുറയുകയും ചെയ്യുന്ന അവസ്ഥയിൽ എങ്ങനെ ജീവിക്കും? സ്ഥലം വിറ്റ് കളഞ്ഞാലോ, റബ്ബർ തോട്ടമോ ഏലത്തോട്ടമൊക്കെ വിറ്റ് കളഞ്ഞാലോ, അത് നോക്കി നടത്തുന്ന ആളിലോ ഒന്ന് ഓർത്ത് വിചാരിച്ചിട്ട് സ്ഥലം വിൽക്കാൻ നടക്കുന്നവരുണ്ട്. ആ ഉള്ള സ്ഥലത്ത് നിന്ന് വേണ്ടത്ര വരുമാനം കിട്ടാത്തവരുണ്ട്. ഈശോയെ, പല തലത്തിൽ വിഷമിക്കുന്ന അനുഭവിക്കുന്ന ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. കർത്താവെ, അത് നിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണ്. കർത്താവെ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സാധാരണ കൃപാസനത്തിലെ പല ക്രിസ്ത്യൻ സാക്ഷ്യങ്ങളെക്കാളും ഉന്നതമായ ഗുണനിലവാരം പുലർത്തുന്ന നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കേൾക്കും, നമുക്ക് തോന്നും, ദൈവമേ, ഇവർക്കൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നെന്ന് തോന്നും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാരണം, ഈ ക്രിസ്ത്യൻസ് ഈ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അവർ ദൈവബന്ധങ്ങൾക്ക് ഒത്തിരിയേറെ ഉടമ്പടിയേതര മാർഗങ്ങൾ, നൊവേന പോലെയുള്ള അല്ലെങ്കിൽ തീർത്ഥയാത്ര പോലെയുള്ള പലതരത്തിൽ ദൈവത്തോട് ഇടപഴകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ രീതികൾ അവരുടെ കയ്യിലുണ്ട്. അപ്പം അവർ അങ്ങനെ പലതും അവർ അനുഷ്ഠിക്കും. തീർത്ഥയാത്ര, അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥന, നൊവേന പ്രാർത്ഥന, കർണക്കൊന്ത, ഇങ്ങനെ പല കാര്യങ്ങളും അവർ അനുഷ്ഠിക്കും. എന്നിട്ട് അതിൽ ഒരു കാര്യമായിട്ട് ഉടമ്പടി എടുക്കും. നിങ്ങൾ ഈ ജന്മത്ത് ഉടമ്പടിയുടെ യാതൊരു അനുഗ്രഹങ്ങൾക്കും അവകാശമാക്കാൻ പോണില്ല. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടിയിലല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഉടമ്പടിയിലായിട്ടുള്ള വ്യക്തി ഇപ്പോൾ ഒരാളെ വിളിച്ച് ഉറക്കത്തിൽ വിളിച്ചാലും അയാൾ ആദ്യം ചിന്തിക്കണം, അയ്യോ ഞാൻ ഉടമ്പടിയിലാണല്ലോ എന്നായിരുന്നു. ചിലർക്ക് ഭയങ്കര സന്തോഷമാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കുന്നത് മറ്റുള്ളവരൊക്കെ ഉടമ്പടി എടുക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ എങ്ങാനും പഠിക്കൽ ബിരിയാണി വിളമ്പിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്കെങ്ങനെ അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് ഉറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി അത് എടുത്തില്ലെങ്കിൽ വേണ്ട, ഇനി ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, ഇനി അതും എടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചുമ്മാ കയറി ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോരോ സാഹചര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉടമ്പടി എടുത്താൽ ഒരിക്കലും ഉടമ്പടി അതിൻ്റെ ക്ലച്ച് കിട്ടത്തില്ല. അതിൻ്റെ കാരണം നിങ്ങൾ ഉടമ്പടിക്ക് വേണ്ടിയല്ല ഉടമ്പടി എടുക്കണത്, വേറെ എന്തിനു വേണ്ടിയാണ്? ഉടമ്പടിക്ക് വേണ്ടി ഇപ്പം ചില ആൾക്കാർക്ക് യാതൊരുവിധ ഇൻറ്റൻഷനും ഇല്ല. അവരോട് ചോദിക്കാൻ നമ്മൾ ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? ആ ഉടമ്പടിയിൽ വെച്ചാൽ ദൈവമായിട്ട് അടുത്ത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പം ആ ഉടമ്പടി തന്നെ അവർ വളരെ ഹാപ്പിയാണ്. ഉടമ്പടി തന്നെ ഒരാൾ ഹാപ്പി ആണെങ്കിൽ അയാൾ വല്ലാത്ത ഹാർവസ്റ്റിങ് നടത്തും. കാര്യം എന്താണ്? ഉടമ്പടിയിൽ തന്നെ അയാൾ ഹാപ്പി ആണെങ്കിൽ ദൈവത്തിൽ ഹാപ്പി ആണെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെ ഒരു വചനം വായിച്ചിട്ടില്ലേ, കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിൽ
സന്തോഷിച്ചുകൊണ്ട് അവരും കുടുംബവും സന്തോഷിച്ചു വന്നു. അപ്പോസ്തല പ്രവർത്തനം 16:34. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അതാണ് കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജോലി കിട്ടിയത് കൊണ്ടോ ദൈവത്തിൽ നിന്ന് മക്കള് ജനിച്ചത് കൊണ്ടോ വീട് വെച്ചത് കൊണ്ടോ ഒന്നുമല്ല. സുവിശേഷത്തിലെ കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത് അതാണ്. എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് അയാളും കുടുംബം. പാറാവുകാരനെ കുറിച്ച് പറയണേ, പാറാവുകാരനും കുടുംബവും സന്തോഷിച്ചു വന്നു. എൻ്റെ മക്കളെ, ഈ സന്തോഷത്തിലേക്ക് വരണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീ നിൻ്റെ കുടുംബവും സന്തോഷം ഉണ്ടാകണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീയും കുടുംബവും സന്തോഷം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിൻ്റെ സന്തോഷത്തിന് ഒരു കാലത്തും കുറവ് വരത്തില്ല. കാര്യം എന്താ? നിൻ്റെ സന്തോഷത്തിൻ്റെ ആസ്പദം ദൈവത്തിൻ്റെ ആനുകൂല്യമല്ല, ദൈവം തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.